എന്തായാലും അമ്മമ്മ അടുത്ത് വെറുതെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഒരു ദിവസം അമ്മമ്മ പുട്ടും മുട്ടക്കറി വെച്ച് ഉണ്ടാക്കി തരുന്നു. അടുത്ത ദിവസം വന്നപ്പോൾ ആണ്ട് അടിപൊളി കിട്ടില്ല ഉള്ളിക്കറിയും. ഞാൻ ഇതുവരെ കഴിച്ചില്ലാത്ത അമ്മാതിരി ടേസ്റ്റിലുള്ള ഉള്ളിക്കറിയും പുട്ടും പിന്നെ 2 പുഴുങ്ങിയ മുട്ടയും. ഒരു 5-6 പുഴുങ്ങിയ മുട്ട ഉണ്ടായിരുന്ന കളറായനെ. പിന്നെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. കിട്ടില്ല ഉള്ളിക്കറി. മുട്ട തീർന്നു പോയടാന്ന് അമ്മാവ് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിവിടെ നിർത്തി. അല്ലെങ്കിൽ എങ്ങനെ പോലെ 2 കുറ്റി പുട്ടും കൂടി ഞാൻ എത്താക്കിയേനെ. സ്പെഷ്യൽ ഒന്നും ഇല്ലാത്തൊരു സാധാ ലഞ്ച്. കക്കത്തോരൻ, പിന്നെ ഒരു അടിപൊളി പൊരിച്ചമീൻ, ഒരു സാധാ മീൻകറി, പിന്നെ അമ്മാമ്മയുടെ അച്ചാറും, പിന്നെ ഉരുളക്കിഴങ്ങ് കറി ഞാൻ തൊട്ടില്ല. എന്താണെന്ന് എനിക്കറിയില്ല. കാരണം മീൻകറി തേങ്ങ അരച്ചതാണല്ലോ, അത് കളറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പൊരിച്ച മീനും ഗംഭീരമായിരുന്നു. കക്കത്തോരൻ കുഴപ്പമില്ല. സോ അടിപൊളി ലഞ്ച് അങ്ങനെ തീർത്തു. മുട്ടക്കറി അമ്മാമ്മ എനിക്കൊന്ന് അങ്ങ് അഡിക്റ്റ് ആയെന്ന് തോന്നുന്നു. അടുത്ത ദിവസം വന്നപ്പോൾ പിന്നെ മുട്ടക്കറി. പക്ഷേ ഇത്തവണ ചെറിയൊരു മാറ്റമുണ്ട്. അപ്പവും മുട്ടക്കറി കിടിലമായിരുന്നു, ഒന്നും പറയില്ല. പക്ഷെ ഉള്ളിക്കറി വേറൊരു ടേസ്റ്റാണ് ഉണ്ടാക്കിയത്, നൈസായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ പ്രിഫർ പുട്ട് മുട്ടക്കറി എബോവ് അപ്പം മുട്ടക്കറി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?